നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനി നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിൻ്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും VK ശ്രീകണ്ഠൻ. കമ്പനിക്കെതിരെ ജനകീയ സമിതിയുടെ ജനജാഗ്രതാ സദസ്സ് എലപ്പുള്ളിയിൽ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചു. മരിച്ചത് വടക്കാഞ്ചേരി ഏങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മല. മരണകാരണം ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കൾ. പാലക്കാട് തൊപ്പള്ളയം അയോധ്യ ശ്രീരാമ പാതുക ക്ഷേത്രത്തിൽ കവർച്ച. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 4 പഞ്ചലോക വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വാഴാനി ഡാമിന് സമീപം പരിക്കേറ്റ് ദിവസങ്ങളായി അവശനിലയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന് ആവശ്യം ശക്തം. വനം വകുപ്പ് ഇടപെട്ട് കാട്ടാനയ്ക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് പരിസ്ഥിതി സംഘടനകളും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനി നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിൻ്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും MP പറഞ്ഞു. കമ്പനിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളി പാറങ്ങാടിയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. പ്രാഥമിക അനുമതി മാത്രമാണ് കോടതി റദ്ദാക്കിയതെന്നും ഇത് മനസ്സിലാക്കി പുതിയ അപേക്ഷ നൽകാനുള്ള അണിയറ നീക്കത്തിലാണ് കമ്പനി അധികൃതരെന്നും MP പറഞ്ഞു. എന്നാൽ 2 മാസം കഴിഞ്ഞാൽ സംസ്ഥാനത്തെത്തുക ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണെന്നും അപ്പോൾ അപേക്ഷ പോയിട്ട് പരിസരത്ത് വരാൻ പോലും കമ്പനിക്ക് സാധിക്കില്ലെന്നും VK ശ്രീകണ്ഠൻ MP കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ മണ്ണും ജലവും മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കണം, എന്ത് വില കൊടുത്തും എന്ന് തീരുമാനിച്ചിറങ്ങുകയാണ്. ഈ നാട്ടിലെ സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള കർഷകരായ സുമനസ്സുകളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് ഈ പോരാട്ടം അതിശക്തമായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി നടന്നത്. നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി അധികാരം കവർന്നെടുത്തുകൊണ്ട് ഇതുപോലെ കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വൻകിടക്കാർക്കും വേണ്ടി നിലനിൽക്കാമെന്ന് തെളിയിച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു അധ്യക്ഷത വഹിച്ചു. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ആക്ട് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് D രമേശൻ, പഞ്ചായത്ത് അംഗം സന്തോഷ് പള്ളത്തേരി, ജമാലുദ്ദീൻ, സുഹൈബ് തങ്ങൾ, ലക്ഷ്മി ചന്ദ്രൻ, ഹമീദ് ഹാജി, കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് എലപ്പുള്ളി പോരാട്ട സമിതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ KS പ്രകാശിനെ എലപ്പുള്ളി പൗരാവലിക്ക് വേണ്ടി VK ശ്രീകണ്ഠൻ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വടക്കാഞ്ചേരി ഏങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മലയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് മരണപ്പെട്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്നേ ദിവസം രാത്രി 11ഓടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ രക്തസ്രാവം വയറ്റിൽ കട്ടപിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിച്ച് നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് വിക്ടോറിയ കോളേജിന് പുറകിൽ തൊറപ്പാളയം അയോധ്യ ശ്രീരാമ പാതുക ക്ഷേത്രത്തിൽ കവർച്ച. ലക്ഷങ്ങൾ വില വരുന്ന 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് നഷ്ടപ്പെട്ടത്. ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളാണ് കവർന്നത്. വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ ഇവിടെ എത്തിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ ക്ഷേത്രം തുറന്ന് പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. റോഡ് അരികിലായുള്ള ക്ഷേത്രത്തിൻ്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത്. പഴക്കമേറിയ വിഗ്രഹങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ടൗൺ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വാഴാനി ഡാമിന് സമീപം പരിക്കേറ്റ് ദിവസങ്ങളായി അവശനിലയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനംവകുപ്പ് ഇടപെട്ട് കാട്ടാനയ്ക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനകളും രംഗത്തെത്തി.
ആനയുടെ മുൻകാലുകളിൽ ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. പഴുപ്പൊലിക്കുന്ന അവസ്ഥയിലുള്ള മുറിവുകൾ മൂലം ആനയ്ക്ക് നടക്കാൻ പോലും സാധിക്കില്ലെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കേവലം നോട്ടം കൊണ്ട് മാത്രം ആനയുടെ ജീവൻ രക്ഷിക്കാനാവില്ലെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധ് പറഞ്ഞു. മറ്റ് കൊമ്പന്മാരുമുണ്ടായ സംഘർഷത്തിലാകാം ആനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും വിദഗ്ധ സംഘം ഉടൻ ചികിത്സയ്ക്കായി എത്തുമെന്നുമാണ് വിവരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗ്രാമീണ കുടിവെള്ള മേഖല സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ ബ്രാഞ്ച് സമ്മേളനവും ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഭവവും നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. എല്ലാം രാജ്യത്തെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നയത്തിൻ്റെ ഒരു ഭാഗമാണ് വാട്ടർ അതോറിറ്റിയുടെ മേഖലയിലും വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്രാഞ്ച് പ്രസിഡന്റ് KA ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം നൂർ മുഹമ്മദ് സംഘടനാ റിപ്പോർട്ടും ബ്രാഞ്ച് സെക്രട്ടറി C. ഷജീർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CK സുരേഷ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി A. സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് K. പ്രശോഭ്, സെക്രട്ടറി K. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഉയരെ പഠന പിന്തുണ രാത്രികാല ക്ലാസ്സിന് തുടക്കം കുറിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. 2026 SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഉയരെ പഠന പിന്തുണ രാത്രികാല ക്ലാസുകൾക്കാണ് ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉള്ളപ്പോഴും ചില കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു. അവർക്ക് വീട്ടിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള രക്ഷിതാക്കളോ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ അവർ പിന്നോക്കം പോകുന്നു. അല്ലെങ്കിൽ വേണ്ടത്ര ട്യൂഷൻ ലഭ്യമാക്കാനുള്ള സാമ്പത്തിക സാഹചര്യമില്ലാത്ത കുട്ടികൾ, ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നത്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടി മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂൾ അധികൃതർ എടുത്തിട്ടുള്ള ഈ തീരുമാനം, അതിന് ആദ്യമായി ഞാൻ ഇവിടുത്തെ അധ്യാപകരെ പ്രശംസിക്കുകയാണ്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP. നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്സസ് ലക്ഷ്മി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് രാജേഷ്, PTA അംഗങ്ങളായ അബ്ദുറഹ്മാൻ, യൂസഫ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഫുൾ A+കളുടെ ശതമാനത്തിൽ ഷൊർണൂർ സബ് ജില്ലയിൽ ഒന്നാമതായിരുന്നു ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു D+ പോലുമില്ലാതെ 100% വിജയം കൈവരിച്ച ഏക വിദ്യാലയവും ഈ സ്കൂളായിരുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ചത് ആകെ 3 വിദ്യാലയങ്ങളാണ്. എല്ലാ കുട്ടികളെയും മികച്ച ഗ്രേഡിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി PTA-യുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ് ഉയരെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 26 അംഗനവാടികളിലേക്കുള്ള മിക്സികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിശ്വം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ശ്രീദേവി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ SJN നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ സബിത മുനീർ, ഷിതി, ധന്യ കൃഷ്ണദാസ്, അമിത, ജയന്തി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ നളിനി സ്വാഗതവും VC സൗമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2026 ഇടം പിടിച്ച സന്തോഷത്തിലാണ് 3 വയസ്സുകാരൻ ദക്ഷിത് ദേവിൻ്റെ കുടുംബം. ദേശമംഗലം കൊണ്ടയൂർ മുടത്തിപ്പറമ്പിൽ ഗിരീഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മകനാണ് ദക്ഷിത്. ജില്ലകൾ പറഞ്ഞ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. 3 വയസ്സുകാരനായ ദക്ഷിത് തന്റെ വാക്ചാരുത കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടുമാണ് ഈ ചെറുപ്രായത്തിൽ വലിയ പ്രശസ്തി നേടിയെടുത്തത്.
ദക്ഷിതിന്റെ കഴിവ് തെളിയിക്കുന്ന അനവധി വീഡിയോകൾ അവലോകനം നടത്തിയാണ് ഈ അംഗീകാരം ലഭ്യമായിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള റെക്കോർഡുകൾ കിട്ടാനുള്ള പരിശ്രമത്തിലാണ് ഈ 3 വയസ്സുകാരൻ. സോഷ്യൽ ലീഡേഴ്സിന്റെ പേര് പറയാട്ടാ. ഇത് ഡോക്ടർ രാധാകൃഷ്ണൻ, ഇത് രാമസ്വാമി, ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാരണാസി അറബി കലാസമിതി ഗ്രന്ഥശാല വാർഷികോത്സവം നിറവിൽ. ജനുവരി 25-26 തീയതികളാണ് കലാസമിതിയുടെ 52ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 33ാം വാർഷികവും നടക്കുക. പട്ടാമ്പി താലൂക്കിലെ തന്നെ മികച്ച എ ഗ്രേഡ് കൂടി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയാണ് അറബി. ഒരു നാടിനെ ആകെ മാത്രമല്ല അതിന് അപ്പുറത്തേക്കും ഏറെ പ്രശംസയും അഭിമാനവുമാണ് ഈ കാണുന്ന വാരണാകുറിശ്ശിയിലെ അറബി പ്രസ്ഥാനം. ഈ കാലമത്രയും അറബിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്ക വിധമാണ്. ഇന്ന് നാടിന് അഭിമാനമായി പുതുമയോടെ ഉയർന്നു നിൽക്കുന്ന ഈ അറബി കലാസമിതി ഗ്രന്ഥശാല വാർഷികോത്സവ നിറവിലാണ്. പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന അറബി അതിൻ്റെ 52ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഗ്രന്ഥശാലയുടെ 32ാം വാർഷികവും നടക്കുന്നു. 1974 കലാമേഖലകളിൽ വേദി കണ്ടെത്തുക എന്ന നിലയിൽ തുടങ്ങിയ ഗ്രാമീണ നന്മയുള്ള ഈ പ്രസ്ഥാനം 52 വർഷങ്ങൾ പിന്നിടുമ്പോൾ ജീവകാരുണ്യം, വിദ്യാഭ്യാസം, ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ, വനിതാവേദി, ബാലവേദി, കളിസ്ഥലം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഗ്രന്ഥശാല പ്രവർത്തന മികവിൻ്റെ അംഗീകാരമായി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയും അറബി പ്രവർത്തന ഫണ്ടും ഉപയോഗിച്ച് ഗ്രന്ഥശാല കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ പണി പൂർത്തിയാക്കി ഈ വാർഷിക വേളയിൽ നാടിന് സമർപ്പിക്കുകയാണ്. ജനുവരി 25-26 തീയതികളാണ് ആഘോഷ പരിപാടികൾ. 25-ന് പതാക ഉയർത്തിയോടെ നൃത്തനൃത്യങ്ങൾ, രാത്രി 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ പ്രതിഭകളെ അനുമോദിക്കും. 26-ന് തിങ്കളാഴ്ച രാത്രി ആദരസന്ധ്യ നടക്കും. CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത മേഖലകളുള്ളവരെ ആദരിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് നാടകവും അരങ്ങേറുമെന്ന് അറബി കലാസമിതി സെക്രട്ടറി P. രാജേഷ് പറഞ്ഞു. 25-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മുഹമ്മദ് മുഹസിൻ MLA ആണ്. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ RLV രാമകൃഷ്ണനാണ്. 26-ാം തീയതി നടക്കുന്നത് ആദരസന്ധ്യയാണ്. സമീപ പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരിസരത്തുള്ള എല്ലാ പ്രതിഭകളെയും ആദരിക്കുക. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, കായിക രംഗത്തുള്ള പ്രതിഭകളുണ്ട്, കലാരംഗത്തുള്ള പ്രതിഭകളുണ്ട്. 13,000-ഓളം പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥശാലയിൽ. പട്ടാമ്പി താലൂക്കിൽ തന്നെ എ ഗ്രേഡോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് അറബിയെന്ന് ഗ്രന്ഥശാല സെക്രട്ടറി KV ഹരിദാസൻ പറഞ്ഞു. ഇപ്പോൾ ഗ്രന്ഥശാലയ്ക്ക് ഒരു പുതിയ കെട്ടിടം മുകൾ നില MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പട്ടാമ്പി താലൂക്കിലെ തന്നെ മികച്ച എ ഗ്രേഡ് വായനശാലയാണ് നമ്മുടെ അറബി ഗ്രന്ഥശാല. 13,000-ഓളം പുസ്തകങ്ങളും അതിനനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വായനശാലയാണ് അറബി. അറബിയുടെ വളർച്ചയുടെ പടവുകളിൽ നാട് എന്നും ഒപ്പമുണ്ട്. ഇനിയും ഉയർച്ചയോടെ തന്നെ അറബിയുടെ പ്രവർത്തനം മുന്നേറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാടൊപ്പം രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പാലക്കാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് P. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗങ്ങളായ R. അശോക്, S. ഗംഗ, പ്രിയ വെങ്കടേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. സ്മിതേഷിനെ ആദരിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. അസോസിയേഷൻ സെക്രട്ടറി നാരായണപിള്ള പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS ഗീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഹരിദാസ് മച്ചിക്കൻ, N. ഉണ്ണികൃഷ്ണൻ, രേണുക ടീച്ചർ, വനിതാ കൺവീനർ പ്രീത ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രതിഭാ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാരണാസി ശ്രീ മണ്ണേമ്പത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ഉദയാസ്തമന പൂജയും നടന്നു. 2 ദിവസങ്ങളായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ നാടായ വാരണാകുഷിയിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ശ്രീ മണ്ണേമ്പത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രം. ആദി പരാശക്തിയായി എല്ലാ സവിശേഷതകളോടും കൂടിയ അത്യപൂർവ ദുർഗാക്ഷേത്രങ്ങളിൽ സ്വയംഭൂ പ്രതിഷ്ഠയോടുകൂടി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാരണാകുഷിയിലെ മണ്ണേമ്പത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രം. എല്ലാ വർഷവും മകരമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദന മഹോത്സവം നടത്തിവരാറുള്ളത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ ബൗത്രാധൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ശുദ്ധിക്രിയകൾ നടത്തിവന്നിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 5-ന് മഹാഗണപതി ഹോമവും തുടർന്ന് ഉദയാസ്തമന പൂജ, പ്രത്യേക പൂജകൾ, കലശാഭിഷേകം, പൂമൂടൽ എന്നീ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. പ്രസാദവൂട്ട്, വൈകിട്ട് ഭജന, നിർമ്മാല, ദീപാരാധന, പഞ്ചവാദ്യം എന്നിവയും നടന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നൃത്തനൃത്യങ്ങളും നടന്നിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാരണാസി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാരണാസി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവം മകരചൊവ്വ ദിവസം ക്ഷേത്രത്തിൽ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. തുടർന്ന് 9:30-ന് ക്ഷേത്ര മേൽശാന്തി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. നിരവധി സ്ത്രീ ഭക്തർ പൊങ്കാലയിട്ടു. ക്ഷേത്ര ദർശനത്തിനായി നിരവധി ഭക്തർ എത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനി നേരിടേണ്ടി വരികയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കമ്പനിക്കായി കഴിവിൻ്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും വി.കെ. ശ്രീകണ്ഠൻ. കമ്പനിക്കെതിരെ ജനകീയ സമിതിയുടെ ജനജാഗ്രതാ സദസ്സ് എലപ്പുള്ളിയിൽ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ വീട്ടമ്മ മരിച്ചു. മരിച്ചത് വടക്കാഞ്ചേരി ഏങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മല. മരണകാരണം ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കൾ. പാലക്കാട് തൊപ്പളയം അയോധ്യ ശ്രീരാമ പാതുക ക്ഷേത്രത്തിൽ കവർച്ച. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 4 പഞ്ചലോക വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വാഴാനി ഡാമിന് സമീപം പരിക്കേറ്റ് ദിവസങ്ങളായി അവശനിലയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന് ആവശ്യം ശക്തം. വനം വകുപ്പ് ഇടപെട്ട് കാട്ടാനയ്ക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് പരിസ്ഥിതി സംഘടനകളും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ വൈകിട്ട് 6-ന്. നന്ദി, നമസ്കാരം.